ഗൈസ്, വെൽക്കം ബാക്ക് ടു yet another വീഡിയോ ഓഫ് collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുഡ് സയൻസ് എന്ന കോഴ്സ് പഠിക്കാനായിട്ട് ടോപ്പ് കോളേജസ് ഏതൊക്കെയാണ് ഇൻ കർണാടക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഫുഡ് സയൻസ് എന്ന ഒരു കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ, അത് കർണാടകയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മിസ്സാക്കാതെ കാണുക. കൂടാതെ താഴെ കാണുന്ന വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക, എങ്കിൽ മാത്രമേ ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എഞ്ചിനീയറിംഗ് തുടങ്ങിയ എല്ലാം ഫുഡിൻ്റെ ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളും പരിശോധിച്ച് നമ്മൾക്ക് 100% സേഫ്റ്റി അഷുറൻസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫുഡ് സേഫ്റ്റി ടെക്നോളജിസ്റ്റ് അല്ലെങ്കിൽ ഫുഡ് സയൻസ് ടെക്നീഷ്യൻ ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് പലപ്പോഴും ഫുഡ് സ്കിപ്പ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പറായി കഴിക്കാത്തവരായിരിക്കാം, പലപ്പോഴും പുറത്തുനിന്നുള്ള ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ ഇങ്ങനെയെല്ലാം വരുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡ് 100% ക്വാളിറ്റി ഉള്ളതാണോ അല്ലെങ്കിൽ എക്സ്പയർഡ് ആണോ എന്നെല്ലാം പരിശോധിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഫുഡ് സയൻസ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാറ്റഗറിയാണ് ഫുഡ് സയൻസ് ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ലൈഫിന് അഷുറൻസ് തരുന്ന ഒരു കാറ്റഗറി. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നത് വളരെ മികച്ച ക്യാമ്പസിലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. ഇത് പഠിക്കാൻ ഒരുപാട് കോളേജസ് അവൈലബിൾ ആണ്, ഒരുപാട് കോഴ്സസും അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ എടുക്കുന്നത് മികച്ച കോളേജുകളും മികച്ച കോഴ്സുകളുമാണെന്ന് എപ്പോഴും ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. കാരണം ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിൽ ചിലതാണ് ഫുഡ് പ്രോസസ്സിംഗ്, ക്വാളിറ്റി കൺട്രോൾ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഫുഡ് സേഫ്റ്റി, വർക്ക് വിത്ത് ഫുഡ് മാനുഫാക്ചറേഴ്സ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റെഗുലേറ്ററി ബോഡീസ് ആൻഡ് ഫുഡ് സേഫ്റ്റി ഏജൻസീസ്. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് പഠിക്കാൻ നിങ്ങൾക്ക് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 നിങ്ങൾ ബയോളജി സയൻസ് എടുത്തവരാണ് എന്നുണ്ടെങ്കിൽ, 50% കുറയാത്ത മാർക്ക് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ BSc ഇൻ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി നേടാൻ സാധിക്കും. ഇനി BTech ആയിട്ടും നിങ്ങൾക്ക് 4 വർഷത്തെ കോഴ്സിലൂടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് മികച്ച ക്യാമ്പസുകൾ തന്നെ നിങ്ങൾ ചൂസ് ചെയ്താൽ അത് നിങ്ങളുടെ ഫ്യൂച്ചറിന് തന്നെയാണ് ബെനിഫിറ്റായി വരുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് കർണാടകയിൽ ഈ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റിയ മികച്ച കുറച്ച് കോളേജസ് ഞാൻ പറഞ്ഞു തരട്ടെ. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂർ, യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസ് ബാംഗ്ലൂർ, എനപ്പോയ യൂണിവേഴ്സിറ്റി മാംഗ്ലൂർ, ശ്രീനിവാസ് യൂണിവേഴ്സിറ്റി മാംഗ്ലൂർ, മൗണ്ട് കാർമൽ കോളേജ് ബാംഗ്ലൂർ, ജെയിൻ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, സെൻറ്റ് ജോസഫ്സ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, MS രാമയ്യ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ് ബാംഗ്ലൂർ. ഈ പറഞ്ഞ കോളേജസിലെല്ലാം തന്നെ നിങ്ങൾക്ക് മികച്ച രീതിയിൽ നിങ്ങൾക്ക് കിട്ടേണ്ട പ്രാക്ടിക്കൽ നോളജ്, തിയററ്റിക്കൽ നോളജ് എല്ലാം കിട്ടിക്കൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മറക്കരുത്. കാരണം ഇതിലെ കോളേജസിൽ ഏത് നിങ്ങൾ ചൂസ് ചെയ്തിരുന്നാലും നിങ്ങളുടെ ഫ്യൂച്ചറിന് അത് ബെനിഫിഷ്യലാണ് എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഫുഡ് സയൻസ് ടെക്നോളജി കർണാടകയിൽ പഠിക്കാനായിട്ട് പറ്റുന്ന കുറച്ച് കോളേജസ് ആയിരുന്നു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൽ എവിടെ അഡ്മിഷൻ വേണമെന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്. അപ്പോൾ ഏത് കോളേജിലാണോ നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടത് അത് ഉടനെ തന്നെ ചൂസ് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ റിലേറ്റഡ് പ്രോസസ്സിനും അഡ്മിഷൻ റിലേറ്റഡ് ക്വയറീസിനും ഫ്രീ കരിയർ ഗൈഡൻസിനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. കൂടാതെ താഴെ കാണുന്ന വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് ഇന്ന് തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ്സുകൾ ലഭ്യമാക്കുക.